ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി പ്രിലിംസിൻ്റെ എനിക്ക് തേർഡ് ഫേസ് ആണ് എക്സാം നടക്കാൻ പോകുന്നത്. സെക്കൻഡ് ഫേസിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സമയം കാണാൻ പറ്റുന്നുണ്ട്, 12:30 ഇന്ന് ഉച്ചയ്ക്ക് 12:30 സമയമായിട്ടുണ്ട്. ഇന്ന് മെയ് 8 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ആക്റ്റീവായിട്ട് രാവിലെ തന്നെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പ്ലാൻ ചെയ്തതനുസരിച്ച് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നിനിയിപ്പോൾ മെയിനായിട്ട് എൻ്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയെന്ന് നോക്കിയിട്ട് ഒരു ചെറിയൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. അതിന് ശേഷം അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ള എന്താണ് ഞാൻ ഡെയിലി ബേസിസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിലിംസിന് വേണ്ടിയിട്ട് ചെയ്യാനെന്നുള്ള പ്ലാനൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കയറി നിങ്ങൾക്ക് കണ്ടു നോക്കാം. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് ആവുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഐഡിയാസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ യൂസ്ഫുൾ ആയിട്ട് വന്നു വരും. അപ്പോൾ അത് കയറി കണ്ടു നോക്കുക. എന്തെങ്കിലും ഇൻപുട്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ആ പ്ലാൻ എടുത്ത് നോക്കി. ഇപ്പം ഞാൻ കുറച്ച് ലോ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഹിസ്റ്ററിയിൽ ഭയങ്കര വീക്കാണ്, കുറേ പോർഷൻസ് കവർ ചെയ്യാനുണ്ടെന്നൊക്കെ ഉള്ള തോട്ട്സ് കിടപ്പുള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിപ്പം എൻ്റെ നമ്മുടെ സിലബസ് ഉണ്ടല്ലോ, ആ പ്രിന്റ് എടുത്തതിൽ ഞാനിപ്പോൾ എടുത്തിട്ട് ഹിസ്റ്ററി പോർഷൻസ് എന്തൊക്കെയാണ് എനിക്ക് കവർ ചെയ്യാനുള്ളത്, അടുത്ത 5 ദിവസത്തേക്ക് ഞാൻ GK ഏതൊക്കെ പോർഷൻ കവർ ചെയ്യണമെന്ന് നോക്കിയിട്ട് അതും സിലബസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി ഞാൻ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ടു ഡു ലിസ്റ്റിൽ ഞാൻ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഹിസ്റ്ററിയാണ് മെയിനായിട്ട് ഇന്ന് പഠിക്കാൻ നോക്കുന്നത്. കുറച്ച് പോർഷൻസ് കുറേ നാളുകൊണ്ട് ഇങ്ങനെ പഠിച്ചിട്ട് തീരാത്ത പോലെ കിടപ്പുള്ളതൊക്കെ ഇന്ന് തീർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കേരള ഹിസ്റ്ററിയിൽ മെയിനായിട്ടും മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹിസ്റ്ററി തന്നെയാണ്. ഫസ്റ്റ് ട്രാവൻകൂർ ഹിസ്റ്ററി കുറേ എനിക്കറിയാം, ഇനിയും കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നല്ല രീതിക്ക് ഒന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിഫോം മൂവ്മെന്റ്സ്, നമ്മുടെ കുറേ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ റിനൈസൻസ് റിലേറ്റഡ് ആയിട്ട്, നവോത്ഥാനത്തിന് അത് വെച്ചിട്ടും പിന്നെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരുവിധം ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന അത്ര ഒന്ന് പഠിച്ചെടുക്കുക. കുറച്ച് റിവോൾട്ടുകളൊക്കെ എനിക്കറിയാം, അപ്പോൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ INC ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങിയപ്പോൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. INCയും പിന്നെ അതിനുശേഷം ഗാന്ധിജി നമ്മുടെ ഇൻഡിപെൻഡൻസിലേക്ക് വരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കവർ ചെയ്താൽ ഒരു പോർഷൻ കവർ ചെയ്യും എന്ന് തോന്നി. പിന്നെ UN ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ നോട്ട്സൊക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ എനിക്ക് ഒന്ന് പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്, UN-ന്റെ കാര്യങ്ങളും കൂടെ. അപ്പം അത്രയാണ് മെയിനായിട്ട്. ഹിസ്റ്ററി ഇത്രയും എനിക്കൊന്ന് പോർഷൻസ് കുറച്ചധികം ഉണ്ട്, എന്നാലും ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ആ ടു ഡു ലിസ്റ്റാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ കൂടെ ടൈം കിട്ടുന്നതനുസരിച്ച് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടെ നോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടും ഇന്നിപ്പോൾ കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞു. എക്സാമിന് ഞാൻ ഇന്ന് പഠിക്കാൻ എണീക്കാൻ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആയതുകൊണ്ട് തന്നെ പോർഷൻസ് കുറച്ച് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അല്ലാതെ ഞാൻ ഉദ്ദേശിച്ച പ്ലാനിനനുസരിച്ചല്ല ഇന്ന് പോയതെന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഹോൾ ഡേ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇനിയുള്ള ഒരു ഹാഫ് ഡേ സമയം കൊണ്ട് എനിക്ക് ഇത്രയും പഠിച്ചെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് കേരള ഹിസ്റ്ററിയിൽ ട്രാവൻകൂർ. അത് ഏകദേശം ഒരു സ്വാതി തിരുനാൾ വരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്രം തിരുനാൾ തൊട്ട് ബാക്കിയുള്ളവരുടെ തൊണ്ട് പഠിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന്റെ നോട്ട്സ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നോട്ട്സ് എടുത്തിട്ട് അതും പിന്നെ എൻ്റെ കയ്യിലൊരു പഴയൊരു വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയലും ഉണ്ട്. അപ്പോൾ അതും ഞാൻ എടുത്തു വെച്ചിട്ട് കമ്പയർ ചെയ്ത് രണ്ടും പഠിക്കാം. ആദ്യം റാങ്ക് ഫയൽ വായിക്കാം, എന്നിട്ട് കറസ്പോണ്ടിങ് നോട്ട്സ്, എൻ്റെ കയ്യിലുള്ള നോട്ട്സും കൂടെ വായിക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇപ്പോൾ ഇത് ഞാൻ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് ഒരു ടൈം ഷെഡ്യൂൾ ഞാൻ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് നമുക്കിപ്പം ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 5 മണിക്കൂർ കൊണ്ടും 10 മണിക്കൂർ കൊണ്ടും വേണമെങ്കിൽ പഠിക്കാം. അപ്പോൾ ഞാനൊരു ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഒരു 12:30 സമയം, ഇപ്പോൾ ഒരു 1:45 ആകുമ്പോൾ എനിക്ക് ഈ ട്രാവൻകൂറിന്റെ സംഭവങ്ങൾ തീരണം. കാരണം ഞാൻ ആദ്യം നോക്കും എത്ര പേജ് ഉണ്ട്, ഇതിൽ എത്ര ടോപ്പിക് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു ധാരണ കിട്ടും എത്ര ടൈം എടുക്കും. അപ്പോൾ ഒരു 1 അവറിനകത്ത് മാത്രമേ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ മാക്സിമം ആ സമയം കൊണ്ട് പഠിച്ച് തീർക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നോട്ട്സ് എല്ലാം എടുത്ത് വെച്ചു, റാങ്ക് ഫയൽ എടുത്ത് വെച്ചു. ഞാനിപ്പോൾ അത് പഠിച്ചു തുടങ്ങുവാണ്. അപ്പോൾ ഒരുപാട് ഞാൻ ആദ്യമേ ജസ്റ്റ് കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങിയെങ്കിലും ഒരുപാട് പോയിന്റ്സ് ഉള്ള പോലെ തോന്നി. പിന്നീട് ഞാൻ ഇതിനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കുറേ രാജാക്കന്മാരുണ്ട് ട്രാവൻകൂർ രാജാസിന്റെ ഹിസ്റ്ററിയിൽ പറയുമ്പോൾ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഭയങ്കര, ഞാൻ വൊക്കാബ്സ്പീരിയയുടെ PYQs-ന്റെ 3 വോള്യൂംസും നിങ്ങൾക്ക് ഇതിൽ തന്നെ വീഡിയോയിൽ തന്നെ കാണാം. ആ ബുക്സ് ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്, കാലഘട്ടമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാലഘട്ടമൊക്കെ ഞാനൊരു ട്രിക്കൊക്കെ വെച്ച് ഏകദേശം റിവിഷൻ ചെയ്തൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം
ഇപ്പൊ എനിക്ക് അവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻസ് പഠിച്ചാൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാം തിരിഞ്ഞും മറിഞ്ഞും പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടേതും ട്രിക്ക് വെച്ചിട്ട് പഠിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രിക്ക്, സ്വാതി തിരുനാളിന്റെ ട്രിക്ക് ആക്ച്വലി ഒരു കഥ പോലെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് ഇതെല്ലാം ഓർമ്മയിരിക്കുള്ളൂ. അപ്പൊ അത് ഞാൻ ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങളോട് ഞാൻ ജസ്റ്റ് വേറെ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പം ഗൗരി ലക്ഷ്മിബായിയുടെ ഒക്കെ നമുക്ക് കുറേയൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് റിപ്പീറ്റ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം. പക്ഷെ ചിലതൊക്കെ ഡീപ്പായിട്ടുള്ളത് ചിലപ്പോൾ ചോദിച്ചാലോ എന്നുള്ളത് കൊണ്ട് ഒന്നും വിട്ടുകളയാൻ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഞാന് റാണി ഗൗരി ലക്ഷ്മിബായിക്ക് ഞാൻ ഇതൊരു ട്രിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ലക്ഷ്മി ഒരാളെ സ്ലേവ് ആക്കി കൊണ്ടുപോകുന്നത് കണ്ട് സെക്രട്ടേറിയറ്റിന്റെ നിയമപ്രകാരം കോടതി മുമ്പാകെ സമർപ്പിച്ച് കുത്തിവെച്ചു. ഇങ്ങനെയാണ് ഞാൻ ഗൗരി ലക്ഷ്മിബായിയുടെ കോൺട്രിബ്യൂഷൻസ്. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കാണാം. എന്റെ നോട്ടിലും റാങ്ക് ഫയലിലും കൂടെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ലക്ഷ്മി എന്ന് പറയുമ്പോൾ തന്നെ ഗൗരി ലക്ഷ്മിബായി എന്ന് പറയും. അപ്പൊ ലക്ഷ്മി ഒരാളെ സ്ലേവ് ആക്കി കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പൊ സ്ലേവ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ലേവറി നമുക്കറിയാം, സ്ലേവറി അബോളിഷ് ചെയ്തത്, ട്രാവൻകൂറിൽ സ്ലേവറി നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. പിന്നെ അതിനുശേഷം സ്ലേവ് ആക്കി കൊണ്ടുപോകുന്നത് കണ്ട് സെക്രട്ടേറിയറ്റ് നിയമപ്രകാരം. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സെക്രട്ടേറിയറ്റ് നിയമപ്രകാരം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയത് വേറെയാണ്, പക്ഷെ സെക്രട്ടേറിയറ്റിന്റെ സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഗൗരി ലക്ഷ്മിബായിയാണ്. അപ്പൊ സെക്രട്ടേറിയറ്റ് സിസ്റ്റം ചോദിച്ചാലാണ് ഗൗരി ലക്ഷ്മിബായി വരുന്നത്. സെക്രട്ടേറിയറ്റ് വരുന്നത് നമ്മുടെ ആയില്യം തിരുനാളിന്റെ സമയത്താണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിനുശേഷം കോടതി മുമ്പാകെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ കോടതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇവിടെ 2 കോടതിയുണ്ട്. ഡിസ്ട്രിക്ട് കോർട്ടും ഹുസൂർ കോടതിയും, അതായത് അപ്പീൽ കോടതിയും ഇവിടെ കൊണ്ടുവന്നത് ഗൗരി ലക്ഷ്മിബായാണ്. അപ്പൊ ഗൗരി ലക്ഷ്മിബായുടെ അണ്ടറിൽ 2 കോടതിയുണ്ട്, ഡിസ്ട്രിക്ട് കോടതിയും ഹുസൂർ കോടതിയും. പിന്നെ ഉള്ളത് മുമ്പാകെ സമർപ്പിച്ച് കുത്തിവെപ്പ് എന്ന് പറയുമ്പോൾ വാക്സിനേഷൻ. അപ്പൊ വാക്സിനേഷന്റെ കൂടെ തന്നെ അലോപ്പതി ട്രീറ്റ്മെന്റും ഗൗരി ലക്ഷ്മിബായാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരാളുടെ ഏതൊക്കെ എന്നുള്ളതും നമുക്ക് ഓർമ്മയിരിക്കും. അപ്പൊ അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട് ഗൗരി പാർവതിബായിയുടെ. ഞാൻ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് പറയാം കേട്ടോ. പഠിച്ചു വലിയ ആളായി വീട് വെച്ച് റൂഫിംഗ് ചെയ്ത് ഗോൾഡ് പെയിന്റ് അടിച്ച് കണ്ണ് തട്ടാതിരിക്കാൻ ഉഴിഞ്ഞിട്ടു. ഇതാണ് സംഭവം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ പഠിച്ചവരാണെങ്കിൽ. അപ്പോൾ ഇതാണ് എന്റെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ പ്ലാൻ അനുസരിച്ച് ബാക്കി എനിക്കൊന്ന് പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.